നമസ്കാരം. മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. നിങ്ങളുടെ സറൗണ്ടിങ് എനർജി എന്താണ്? ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള മാനസിക സമ്മർദ്ദം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. ഇതിന് ഗൈഡൻസ് എന്താണ് പ്രപഞ്ചം നൽകുന്നത്? ഓക്കെ, നിങ്ങളുടെ സറൗണ്ടിങ് എനർജി, നിങ്ങളുടെ നിലവിലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, ഓക്കെ, ഗൈഡൻസ്. ഓക്കെ, ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ആരൊക്കെയോ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന ചില നെഗറ്റീവ് ഊർജ്ജങ്ങളായിരിക്കാം, ആഭിചാരങ്ങളായിരിക്കാം. എന്നെ ആരൊക്കെയോ തടസ്സപ്പെടുത്തുന്നു, എൻ്റെ വഴികളെല്ലാം ചില വ്യക്തികൾ മുടക്കി കളയുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഇവിടെ അവസാനിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അങ്ങനെ ഒരു പ്രശ്നത്തെ നമ്മൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നും ചെയ്യുവാൻ മനസ്സനുവദിക്കാതെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ടുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ നിങ്ങളുടെ സറൗണ്ടിങ് എനർജിയിൽ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മാനസിക പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ മൂണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു സ്ഥിരത ലഭിക്കുന്നില്ല. ഈ തീരുമാനം എടുത്താൽ എനിക്ക് മോശമാകുമോ, സെൽഫ് ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളത്. എങ്ങനെ മുന്നോട്ട് പോകും, ചില രഹസ്യങ്ങൾ എന്നെ പിന്തുടരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാര്യവും ഡൗട്ടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എന്നെ ആരെങ്കിലും ചതിക്കുന്നുണ്ടോ, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകുമോ, എൻ്റെ പാർട്ട്ണർ എന്നോട് കാണിക്കുന്നത് നീതിയാണോ, ഏതെങ്കിലും രീതിയിൽ എന്നെ വഞ്ചിക്കുന്നുണ്ടോ, എൻ്റെ കൂടെ നിൽക്കുന്നവരെ എനിക്ക് വിശ്വസിക്കാമോ, ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്നെ ഇതിനൊന്നും കൊള്ളില്ല എന്ന് തന്നെ സ്വയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി കാണുന്നു. മൂണിൻ്റെ എനർജിയാണ്. സെൽഫ് ഡൗട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. പ്രപഞ്ചം എന്താണ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്? ഇവിടെ കിങ് ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിലവിലെ നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ മാറി ചിന്തിക്കുവാൻ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു. കാരണം നിങ്ങൾ ഈ രണ്ട് കാർഡ്സിലും ഇമോഷണലായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഓവർ തിങ്കിങ് ഇവിടെ ഒരുപാടുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇമോഷണലായിട്ട് നിങ്ങളുടെ സറൗണ്ടിങ് എനർജിയെ കൂടുതൽ ഡാർക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. ആവശ്യമില്ലാത്ത ഭയങ്ങൾ, ഈ ഭയങ്ങൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നു. ഇവിടെ കിങ് ഓഫ് പെന്റിക്കിളാണ് വന്നിരിക്കുന്നത്. പെന്റിക്കിൾ എന്ന് പറയുമ്പോഴേക്ക് തന്നെ സമ്പത്തിനെയാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ കവർച്ച ചെയ്യപ്പെടും. എന്തൊക്കെയാണ് കവർച്ച ചെയ്യപ്പെടുന്നത്? സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക സമ്മർദ്ദം, ആത്മഹത്യ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ അതിലേക്ക് തള്ളിവിട്ടുകളയും. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത് നമ്മളുടെ സമ്പത്തായിട്ടുള്ള ആത്മധൈര്യത്തെ, വിൽ പവറിനെ വിട്ടുകളയാതെ സൂക്ഷിക്കുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ കണ്ണുകൾ ബന്ധിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കില്ല. നിങ്ങളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വായിക്കാൻ ശ്രമിച്ചിരുന്നാലും നിങ്ങൾക്കത് അവ്യക്തമായിരിക്കും. നിങ്ങളുടെ നിലവിലുള്ള മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു വരണമെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം. സെൽഫ് ലവ് ചെയ്തെങ്കിൽ മാത്രമേ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലവിലുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറി നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.